Once again, welcome back to KCS Classes. KCS Classesന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് ആണ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്. സോ നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. ഏതൊക്കെയാണ് എസ് എ ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത എന്താണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പേപ്പർ മിക്ക പ്രാവശ്യവും അത്യാവശ്യം ഒരു ടഫായിട്ടാണ് കണ്ടുവരാറ്, അല്ലെങ്കിൽ ഒരു മീഡിയം ടൈപ്പ്, വല്ലാണ്ടൊരു ഈസി ആയിട്ട് ഒരു പേപ്പർ കാണാറില്ല. കാരണം ഇതിൽ നിന്ന് വരുന്ന SI ചോദ്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ പല തിയറി ചോദ്യങ്ങളാവട്ടെ, ഇൻഡയറക്റ്റ് മോഡിൽ ചോദിക്കാൻ സാധ്യത അല്ലെങ്കിൽ അതിനുള്ള സ്കോപ്പുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ ഡെപ്തിലുള്ള സിലബസ് ആണ് നമുക്കുള്ള പഠിക്കാൻ. അപ്പോൾ ഒരു മീഡിയം റേഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷിച്ച് പോയാൽ മതി. വല്ലാണ്ട് ഒരു ഈസി പേപ്പർ എന്ന് ആരും വിചാരിച്ചു പോകരുത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു എഫേർട്ട് വേണ്ടതായിട്ട് വരും ഈ ഒരു പേപ്പറിൽ പാസ്സായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ചില സമയത്തൊക്കെയാണ് വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ കണ്ടുവരാറ്. അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ 5 മൊഡ്യൂൾസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ വരുന്നത് ബേസിക്സ് ആണ്, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ. രണ്ടാമത് വരുന്നത് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ഫോർ ക്യാപിറ്റൽ സ്ട്രക്ചർ, ലിവറേജ്, ഡിവിഡൻഡ് പോളിസി, വാല്യൂ ഓഫ് ദി ഫേം, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. നമ്പർ 3 ലീസ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ആണ്. ദെൻ നമ്പർ 4 വരുന്നത് മെർജർ സ്ട്രാറ്റജി ആണ്. ആൻഡ് ഫൈനലി ടേക്ക് ഓവർ സ്ട്രാറ്റജി. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, ഏറ്റവും കൂടുതൽ മാർക്സും അതുപോലെ തന്നെ SA ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ഏരിയാസ്, ചങ്ക് മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ആദ്യം സ്റ്റുഡൻസിന് അറിയേണ്ടത്. അപ്പോൾ SA പ്രോബ്ലംസ് 4 ചോദ്യങ്ങൾ വരും, അതിൽ 2 എഴുതേണ്ടത്. എല്ലാ പ്രാവശ്യം വരാറ് ലീസ് ഫിനാൻസിങ്ങിൽ നിന്നൊരു പ്രോബ്ലം എല്ലാ പേപ്പറിലും വരാറുള്ളതാണ്. അപ്പം നിർബന്ധമായും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു മൊഡ്യൂളാണ് ലീസ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. 2 വെയിറ്റേജ്, 3 വെയിറ്റേജ്, അതുപോലെ തന്നെ 5 വെയിറ്റേജ്, 3 പാർട്ടിലും നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് ലീസ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് മെർജർ സ്ട്രാറ്റജിയിൽ നിന്നും ഒരു പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ 2 പ്രോബ്ലംസ് വരാറുള്ളത്, 4 SAയിൽ 2 പ്രോബ്ലംസ് വരാറുള്ളത് ഈ 2 മൊഡ്യൂൾസിൽ നിന്നാണ്. പിന്നെ ഒരു തിയറി കമ്പൽസറി ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പറയുന്ന ചാപ്റ്റർ നമ്പർ 5 നിന്ന് ടേക്ക് ഓവർ സ്ട്രാറ്റജിയിൽ നിന്ന് തിയറി ഒരെണ്ണം മിക്ക പേപ്പറിൽ ഇടാറുണ്ട്. പിന്നെ ഈ 2 ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നുള്ളൊരു തിയറി, അങ്ങനെയാണ് വരാറ്. സോ നമുക്ക് 4 SA ഉണ്ടല്ലോ, 5 മൊഡ്യൂളിൽ 4 നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഇടും. അപ്പോൾ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരാറ്, 2 പ്രോബ്ലംസും 2 തിയറിയും. ഇതിൽ ചങ്ക് മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ഈ പറയുന്ന 3 മൊഡ്യൂൾസ് ആണ് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് ചോദ്യങ്ങളാണ് വരാറ്. ചില സമയത്ത് ഒരു 2 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യം വന്നാലായി. 2 വർഷത്തെ മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമാണ് പിന്നെ ഒരു SA തിയറി ആയിട്ട് ബേസിക് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. ദെൻ ചാപ്റ്റർ നമ്പർ 2 നിന്നാണെങ്കിൽ നമുക്ക് 2 വെയിറ്റേജും 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് കൂടുതൽ കണ്ടുവരാറ്. ഓക്കെ, അപ്പോൾ ഇതാണ് 5 മൊഡ്യൂളിനെയും പറ്റിയിട്ട് പറയാനുള്ളത്. ലാസ്റ്റ് 3 ചാപ്റ്റേഴ്സ് തന്നെയാണ് ചങ്ക് ചാപ്റ്റേഴ്സ്. അതിൽ ഏറ്റവും സൂപ്പർ ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന 3ഉം 4ഉം ആണ് പഠിക്കാൻ ഡെപ്തിലുള്ളത്. ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് തിയറി ഏരിയാസിൽ നിന്നാണ് കൂടുതൽ വരാറ്. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരും. അപ്പോൾ എന്താണ്, ആദ്യത്തെ 2 കമ്പയർ ചെയ്ത് ലാസ്റ്റ് 3 മൊഡ്യൂൾസ് ആണ് നമ്മുടെ ഫോക്കസ് കൂടുതലായിട്ട് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ഇനി നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ചാപ്റ്റർ നമ്പർ 1 സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് 2 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യം
അതാണ് സാധാരണ വരാറ് ഈ ഒരു ചാപ്റ്റർ മൊഡ്യൂളിൽ. ഇതിനേക്കാൾ മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് SAQ ഒരൊറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഒറ്റ പ്രാവശ്യം. അങ്ങനെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറ് കേട്ടോ. അതല്ലാണ്ട് ഒന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇപ്രാവശ്യം വന്നാൽ നിങ്ങളുടെ ഭാഗ്യം. അപ്പം എന്താണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളത് എന്തായാലും തിയറി നോക്കി വയ്ക്കാം, സബ്ജക്റ്റ് അല്ലേ. ദെൻ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണാൻ സാധിക്കുന്നത്, ബേസിക്സ് ആണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. വിരൽ കുറവാണ്, സബ്ജക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്കോപ്പ് ഉണ്ട്. ഇത് ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമ്മളിതൊന്നും കണ്ടിട്ടില്ല. ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇതാണ് SAQ ഒരു പ്രാവശ്യം വന്നിട്ടില്ല. അപ്പോൾ എന്താണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് നോക്കാം. ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ 3 വെയിറ്റേജിൻ്റെ ഇങ്ങനെ വരാണെങ്കിൽ നമുക്ക് SAQ ചോദിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻസ് മാത്രമാണ് എഴുതുക, അല്ല കുറച്ചും കൂടി ഡെപ്തിൽ എഴുതാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻസും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. എന്തൊക്കെയാ ബേസിക്സ് നോക്കുക. വിരൽ കുറവാണ്, 2 വെയിറ്റേജിൻ്റെ വന്നാലായി. ഇതുവരെയായിട്ട് അങ്ങനെയാണ് കണ്ടുവരാറ്. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയാസിലോട്ട് പോകാം. അതിൽ ഈ ഒരു ടോപ്പിക്കാണ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ക്രിയേഷൻ. അതുപോലെ തന്നെ കുറച്ച് ടേമുകളുണ്ട് ഷെയർ ഹോൾഡറുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇക്കണോമിക് വാല്യൂ ആഡഡ്, മാർക്കറ്റ് വാല്യൂ ആഡഡ്, ഇതൊക്കെ 2 വെയിറ്റേജിൻ്റെ ഏതെങ്കിലും ചോദിച്ചാലായി. അങ്ങനെയാണ് വരാറ്. എസ്പെഷ്യലി ഇക്കണോമിക് വാല്യൂ ആഡഡിനെ പറ്റിയിട്ടാണ് 2 വെയിറ്റേജിൻ്റെ വരാറ്. എന്താണ് ഇക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം. ഇതാണ് മിക്ക പേപ്പറിലും കാണാറ്. അതല്ലാണ്ട് ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടുവരാറില്ല കേട്ടോ. പല അപ്രോച്ചുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും എക്സാമിന് ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ്, SVA, ഇതൊക്കെ 2 വെയിറ്റേജിന് തന്നെ പഠിക്കുക. എന്താണ് ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ്? അത്രയ്ക്കുള്ള സ്കോപ്പ് ഇതിനുള്ളൂ. മാർക്കറ്റ് വാല്യൂ ആഡഡ് ഞാൻ പറഞ്ഞു. അതുപോലെ ഇക്കണോമിക് വാല്യൂ ആഡഡ്, ഇതൊക്കെ എന്താണ് എന്നുള്ളത് പഠിക്കുക. വലിച്ചു വാരി വെറുതെ പഠിച്ച് നേരം കളയരുത്. 2 വെയിറ്റേജിനുള്ള ഒരു ചോദ്യം അതാണ് ഇതുവരെ പേപ്പറുകളിൽ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്കോപ്പ് കൊടുക്കുക. ഇതാ ദെൻ അതുപോലെ തന്നെ മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ MBV, ഇതും 2 വെയിറ്റേജിൻ്റെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ 2 വെയിറ്റേജ് ചോദ്യങ്ങളാണ്. ഇക്കണോമിക് വാല്യൂ ആഡഡ്, ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ്, ഇതൊക്കെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. EVA എക്സാമിന് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള EVA എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് EVA. അപ്പോൾ ഇത് പഠിക്കാം. EVA, ഫീച്ചേഴ്സ് ഓഫ് EVA, അതുപോലെ തന്നെ മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ, അതുപോലെ തന്നെ ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. EVA കുറച്ചും കൂടി കൂടുതൽ പഠിക്കുക. അതിൻ്റെ പറയുന്ന ഫീച്ചേഴ്സ് 3 വെയിറ്റേജിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇതുവരെയായിട്ട് പേപ്പറുകളിൽ കണ്ടുവന്നിട്ടുള്ളത്. വേറെ ഒന്നും ഇതിൽ നിന്ന് അങ്ങനെ വന്നിട്ടില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിലാണ് പറയുന്നത്. ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇനി ഇപ്രാവശ്യം വരുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അറ്റ് പ്രസൻറ്റ് അല്ലെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ തിയറിയിൽ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞു SAQ ഒരു പ്രാവശ്യം സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് ചോദിച്ചിരിക്കുന്നു. ദാറ്റ്സ് ഓൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും ഇതുവരെയായിട്ട് ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ഓക്കെ, ചോദ്യങ്ങൾ ഒരുപാട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നോക്കി വയ്ക്കാം. ഇക്കണോമിക് വാല്യൂ ആഡഡ് വല്ല പ്രോബ്ലം വന്നാൽ ആ രീതിയിൽ എന്താണ് ഇക്കണോമിക് വാല്യൂ ആഡഡ് എന്നുള്ള തിയറി ആണ് വരാറെന്ന് പറഞ്ഞാലും അതിൻ്റെ പ്രോബ്ലം വന്നാൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞു വയ്ക്കുക. നിങ്ങൾ ലാസ്റ്റ് ആണെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഈ പ്രാവശ്യം വന്നാൽ നമുക്കൊരു 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് സ്കോർ ചെയ്യാമല്ലോ. ബിക്കോസ് വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ് EVAയുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ ഡീറ്റെയിൽ കേട്ടോ. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിൽ കണ്ടോ EVAയുടെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, അതൊക്കെ നോക്കിക്കോളൂ കേട്ടോ. തിയറി ഇപ്പം ഞാൻ പറഞ്ഞു പ്രാവശ്യം ഫീച്ചേഴ്സ് ചോദിച്ചു എന്നുള്ളത്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ചോദിക്കാം. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് മൊഡ്യൂളിനെ പറ്റിയിട്ട് ഇതാണ് പറയാനുള്ളത്. ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് 2 വെയിറ്റേജ് അഗെയിൻ നോക്കി വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ആണ്. അതുപോലെ തന്നെ SGR നോക്കി വയ്ക്കുക, സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ്. ഒന്ന് മാറ്റി പിടിക്കാൻ അവർ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കാമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് റിപ്പീറ്റായിട്ട് നമ്മളിതിൽ നിന്ന് പറഞ്ഞ EVA നോക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നോക്കുക,
അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഷെയർ ഹോൾഡർ വാല്യൂ ആയിട്ട് നോക്കുക, മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ അത് നോക്കുക. ദെൻ എല്ലാ ചാപ്റ്റേഴ്സ് നോക്കിയതിന് ശേഷം ഇക്കണോമിക് വാല്യൂ ആയിട്ട് തന്നെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം നോക്കിയാൽ മതി. ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്, 280 തിയറി നോക്കുക. അതിൻ്റെ ഇമ്പോർട്ടൻസും ക്യാരക്ടറിസ്റ്റിക്സും ഒരൊറ്റ പ്രാവശ്യമാണ് വന്നിട്ടുള്ളൂ എസ്സേക്ക്. അപ്പോൾ അതല്ലാണ്ട് വലിച്ചു വാരി പഠിച്ച് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരൊറ്റ ചോദ്യം മാത്രമാണ് ഇതിൽ നിന്ന് വരാറ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇക്കണോമിക് വാല്യൂ ആയിട്ടോ മാർക്കറ്റ് വാല്യൂ ആയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരൊറ്റ ക്വസ്റ്റ്യൻ 2 വെയിറ്റേജിൻ്റെ. അപ്പം അത്രയ്ക്ക് വെയിറ്റേജ് ഉള്ളൂ. ചില സമയത്ത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണില്ല എസ് എ വന്നിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് എസ് എ വന്നാൽ നിങ്ങളുടെ ഭാഗ്യം. ഈസിയാണ് ഈ ചാപ്റ്റർ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, ചാപ്റ്റർ 2 ആണ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ഫോർ ക്യാപിറ്റൽ സ്ട്രക്ചർ. അഗെയിൻ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരാറ്. അതും വലിയ ചാപ്റ്റർ ആണെങ്കിലും 2 ടോപ്പിക്കുകളാണ് നിങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്പർ 1 ലിവറേജ്, 2 വെയിറ്റേജിൻ്റെ ഒരു തിയറി, 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം. ലിവറേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മിക്കതും വരാറുണ്ട്. അതുപോലെ തന്നെ ഡിവിഡൻഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം വരാറുണ്ട്. ഈ 2 ടോപ്പിക്കുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇടയിലുള്ള പല കാര്യങ്ങളുണ്ട്, ഓപ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ. അതിനൊന്നും ചോദ്യങ്ങൾ വരാറില്ലേ. ചില പേപ്പറിൽ ഒരൊറ്റ ഏതെങ്കിലും ഒരു ടേമുകൾ ചോദിച്ചാലായി. അപ്പോൾ ചാപ്റ്റർ നോക്കുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും നമ്മളതിൽ ഈ 2 ടോപ്പിക്കുകളിലോട്ടാണ് ഫോക്കസ് പോകണ്ടേ. ഓക്കെ, അതിലും ഞാൻ പറഞ്ഞു 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് കൂടുതൽ വന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിലാദ്യം തന്നെ ലിവറേജ് എന്താണ്, തിയറി നിർബന്ധമായും പഠിക്കുക. എല്ലാ പേപ്പറിലും പ്രോബ്ലം വരാറുണ്ട്, ലിവറേജിനെ പറ്റിയിട്ടുള്ള ബേസിക് തിയറിയും വരാറുണ്ട്. ലിവറേജ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിവറേജ് തിയറി പഠിക്കണം. ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ്, കമ്പൈൻ ലിവറേജ് നിങ്ങൾ 3rd സെമ്മിലും പഠിച്ചിട്ടുള്ള സെയിം കണ്ടന്റ് തന്നെയാണ്. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ തിയറി 2 വെയിറ്റേജിനിൽ നോക്കിയാൽ ഇപ്പോൾ ടൈപ്സ് ഓഫ് ലിവറേജ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു തിയറി 3 വെയിറ്റേജിനിൽ വരാണെങ്കിൽ അത് എഴുതണം. അതല്ലാണ്ട് 2 വെയിറ്റേജിൻ്റെ സെപ്പറേറ്റ് തിയറിയും പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റണം. അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരാറില്ല. പിന്നെ അതിനുശേഷം ഇതിൻ്റെ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് നിർബന്ധമായും പഠിക്കണം. 3 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. ഉള്ള എല്ലാ ടൈപ്പ് ഇക്വേഷൻസ് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. അത് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡിഗ്രി ഓഫ് കമ്പൈൻ ലിവറേജ് 3 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് എന്താണ് ആദ്യം പറയാനുള്ള കാര്യം. അതിനുശേഷം എന്താ രണ്ടാമത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. നിർബന്ധമായും പഠിക്കണം ഇതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ. ദ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഇക്വേഷൻ നോക്കുക. ഓക്കെ, ഇതാണ്. ആൻഡ് ഫൈനലി ഡിഗ്രി ഓഫ് കമ്പൈൻ ലിവറേജ് ആണ്. 3 കൂടിയിട്ടുള്ളൊരു പ്രോബ്ലം അതാണ് വരാറ് കേട്ടോ എക്സാമിന്. അതിൻ്റെ തിയറിയും വരും, അതുപോലെ തന്നെ പ്രോബ്ലം വരും. അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എവിടെ 3rd സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. ലാസ്റ്റ് കമ്പൈൻ ലിവറേജ്. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്കിലുള്ള പ്രോബ്ലംസ് പരമാവധി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ലാസ്റ്റ് കമ്പൈൻ ലിവറേജ് അഡീഷണൽ പ്രോബ്ലംസ് ഒക്കെ ഒരുപാടുണ്ട്. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് ആൻഡ് പോളിസി ആണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇന്റേണൽ. ഇതിൽ നിന്ന് അങ്ങനെ പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണ സമയത്ത് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇനി പ്രാവശ്യം ഇടുമെന്നുള്ളത് നമുക്കറിയില്ല. നിങ്ങൾ എന്താണെങ്കിലും ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നോക്കിക്കോളൂ. അതിനുശേഷം വാല്യൂ ഓഫ് ദി ഫേമിനാണ് ഓപ്ഷൻ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. ഇതുവരെയായിട്ട് ഇതിൽ നിന്നൊന്നും അങ്ങനെ ചോദ്യങ്ങൾ വരാറില്ല. ഏതെങ്കിലും ചില സമയത്ത് 2 വെയിറ്റേജിൻ്റെ ഒരു ടേം എടുത്ത് ചോദിച്ചാലായി എന്ന് മാത്രം. അതല്ലാണ്ട് ട്രേഡിങ് ഓപ്ഷനിലുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു ടേം എടുത്ത് ചോദിച്ചാലായി എന്ന് മാത്രം. അതല്ലാണ്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻട്രൻസിക് വാല്യൂ എന്താണ്, ടൈം വാല്യൂ എന്താണെന്നൊക്കെ വേണമെങ്കിൽ നോക്കാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ക്വസ്റ്റ്യൻസ് വരൽ വളരെ കുറവാണ് കേട്ടോ. ഇല്ല എന്ന് തന്നെ പറയാൻ. വെറുതെ നിങ്ങളിതൊന്ന് നോക്കി നേരം വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ പഠിക്കുമ്പോൾ ഈ ഒരു സ്മാർട്ട് സ്റ്റഡി അപ്രോച്ച് ഫോളോ ചെയ്യാം. സോ ഇതൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലംസും കാര്യങ്ങളും കുറേ ടെക്നിക്കലായിട്ടുള്ള ഏരിയാസൊക്കെ കാണാൻ സാധിക്കും. ബട്ട് ഞാൻ പറഞ്ഞു ഇതിൽ നിന്നൊന്നും ചോദ്യങ്ങൾ വരാറില്ല. നമുക്ക് അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ലിവറേജും ഡിവിഡൻറ്റും ആണ് കാണാറ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇതൊക്കെയാണ്, പ്രൈസ് ഇതൊക്കെയാണ് നെക്സ്റ്റ് ഏരിയ. അപ്പോൾ ഇങ്ങനെ വലിയൊരു ചാപ്റ്ററാണ്.
ബട്ട് ഇതിൽ നിന്ന് വരാറില്ല. ഇനി മെയിൻ ഏരിയയിലോട്ട് കിടക്കാം. ഡിവിഡൻഡ് പോളിസി ആൻഡ് വാല്യൂ ഓഫ് ദി ഫേം ആണ്. ഇതിൽ നിന്ന് പ്രോബ്ലം വരാറുണ്ട്, ഡിവിഡൻ്റെ കാൽക്കുലേഷൻ. ഇപ്പോൾ ഡിവിഡൻ്റ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻ്റ് ഉണ്ട്, ഒക്കെ ബേസിക് ചോദ്യങ്ങളാണ്. നമ്മൾ ഇതും തേർഡിൽ പഠിച്ചിട്ടുള്ള അതിനെ റിപ്പീറ്റ് ആയിട്ട് ഇവിടെ കിടക്കുന്നത്. ഡിവിഡൻഡ് പോളിസി തിയറി നോക്കുക, എന്താണ് ഡിവിഡൻഡ് പോളിസി അതിൻ്റെ ഇമ്പോർട്ടൻസ്, ദെൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി തിയറി ചോദിക്കാം. ഇതുവരെയായിട്ട് വന്നിട്ടില്ല എങ്കിലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്, നോക്കി വയ്ക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി, പലതരത്തിലുള്ള ഡിവിഡൻഡ് പോളിസി ഉണ്ട്, നോക്കാം. പിന്നെ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു ഒപ്റ്റിമൽ ഡിവിഡൻഡ് പോളിസി കൺസെപ്റ്റ് 2 വെയിറ്റേജിൻ്റെ ഒരൊറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഒപ്റ്റിമൽ ഡിവിഡൻഡ് പോളിസി എന്താണെന്നുള്ളത്. പിന്നെ പല ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് ഡിവിഡൻഡ് പോളിസി തിയറീസ്. സോ അതിനെ റിലേറ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലമാണ് എല്ലാ പേപ്പറിലും വരാറ്. മോഡൽസ് തിയറി, ഗോർഡൻ അപ്രോച്ച് ഉണ്ട് അല്ലേ, പലതരത്തിലുള്ള ഉണ്ട്. വാട്ടേഴ്സ് അല്ലെ, കോൺട്രിബ്യൂഷൻസ്, ഏറ്റവും എക്സ്പേർട്ടുകളുടെ കോൺട്രിബ്യൂഷൻസ്, ഇതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മോഡലിലെ കൂടുതൽ വാട്ടേഴ്സ് ഉണ്ട്, അതിനുശേഷം ഗോർഡൻ, ഇതിലേതെങ്കിലുമൊക്കെ ഒരെണ്ണമാണ് വരാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രോബ്ലം ഒരെണ്ണം ഇതിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഗോർഡനോ വാട്ടറാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ. അഗെയിൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ലിവറേജ് തിയറി നിർബന്ധമായി നോക്കാം. ഏതെങ്കിലും 2 വെയിറ്റേജിൻ്റെ തിയറി പ്രതീക്ഷിക്കാം. ഇതിൻ്റെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 3 വെയിറ്റേജിൻ്റെ. ദാറ്റ്സ് അബൌട്ട് ലിവറേജ്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻറ്റിൻ്റെ പ്രോബ്ലം പലപ്പോഴും വരാറുണ്ട്. എത്രയിൽ 3 വെയിറ്റേജിൻ്റെ, അത് ഗോർഡനോ അല്ലെങ്കിൽ വാട്ടറോ ആരുടെയെങ്കിലും ആവാം. പിന്നെ ഡിവിഡൻറ്റിൻ്റെ ബേസിക് തിയറിയും 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ആണ് വരാറ്. ഡിവിഡൻറ്റ് പോളിസി എന്താണെന്നോ ഒപ്റ്റിമൽ ഡിവിഡൻറ്റ് പോളിസി എന്താണെന്നോ അങ്ങനത്തെ ഏതെങ്കിലും ചോദ്യങ്ങൾ. ഇത്രയാണ് നമുക്ക് ചാപ്റ്റർ നമ്പർ 2-ൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 2 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും വരുന്ന ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് കുറേ പഠിച്ച് കുറച്ച്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ലാസ്റ്റ് 3 ചാപ്റ്ററാണ്. അതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലാസ്റ്റ് ചാപ്റ്റർ വെച്ച് വേണമെങ്കിൽ നിങ്ങളെ പഠനം ആരംഭിക്കുക. അതിൽ നിന്നാണ് 2 വെയിറ്റേജ്, 3 വെയിറ്റേജ്, അതുപോലെ തന്നെ 5 വെയിറ്റേജിൽ തിയറി ചോദ്യങ്ങൾ ഒരുപാട് വരാറ്. പ്രോബ്ലംസ് വരുന്നത് 3 and 4-ലാണ്. അപ്പോൾ നെക്സ്റ്റ് ലീസ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജിയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. തിയറി 2 വെയിറ്റേജ്, അഗെയിൻ തിയറി 3 വെയിറ്റേജ്, എസ്സേ ഷുവറായിട്ട് ഒരെണ്ണം വരാറുള്ളതാണ് ഇതിൽ നിന്ന്. ഇങ്ങനെയാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഇതുവരെയായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ലീസ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജിയാണ്. എന്താണ് ലീസിങ് എന്നുള്ളത് തിയറി ആദ്യം പഠിക്കണം. കൺസെപ്റ്റ് ഓഫ് ലീസിങ്, ദെൻ അതിനുശേഷം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീസിങ് എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീസിങ് ആണ് ഫിനാൻഷ്യൽ ലീസ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലീസ്. എല്ലാ പേപ്പറിലും ഇതിൻ്റെ തിയറി വരാറുണ്ട്. ഫിനാൻഷ്യൽ ലീസ് എന്താണെന്ന് സെപ്പറേറ്റ് ചോദിക്കാം, ഓപ്പറേറ്റിംഗ് ലീസ് എന്താണെന്ന് സെപ്പറേറ്റ് ചോദിക്കാം, ഇതിൻ്റെ ഡിഫറൻസും ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ടോപ്പിക്കാണ്. സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് തിയറി നോക്കണം. ലിവറേജ് ലീസ് 2 വെയിറ്റേജിൻ്റെ വരാറുള്ളതാണ്. ഈ തിയറി ഒക്കെ നോക്കണം കേട്ടോ. നമുക്ക് ലീസിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി എപ്പോഴും വരാറുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കുക, അഡ്വാൻറ്റേജസ് നോക്കുക, ഡിസഡ്വാൻറ്റേജസ് നോക്കുക. അപ്പോൾ ലീസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ബൈയിങ് ലീസിങ് നമ്മളുടെ തിയറി നോക്കാം, ഇതുവരെയായിട്ട് വന്നിട്ടൊന്നുമില്ല. ഇനി ഇതിൻ്റെ പ്രോബ്ലം ഡീറ്റെയിൽസ് ഉണ്ട്. ഫിനാൻഷ്യൽ വാല്യുവേഷൻ ഇതിൻ്റെ പ്രോബ്ലത്തിലോട്ടാണ് നെക്സ്റ്റ് പോകേണ്ടത് കേട്ടോ. പല പല മെത്തേഡുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ കാണിക്കും. ദെൻ ഇതിൽ നിന്ന് നമുക്കൊരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. പ്രോബ്ലം വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ട് ബൈ ഓർ ലീസ്, ഇതിലേതാണ് ബെസ്റ്റ് സ്ട്രാറ്റജി എന്നുള്ള ഒരു ചോദ്യമാണ് വരാറ്. പ്രോബ്ലം താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും ബൈ ഓർ ലീസ്, ഇതിൽ നല്ലൊരു സ്ട്രാറ്റജി അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യമാണ് എസ്സേക്ക് വരാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരു ചോദ്യം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും അതിൽ ഇൻഡിറക്റ്റ് മോഡിൽ കുറച്ച് കുഴപ്പിക്കുന്ന രീതിയിൽ ചോദ്യം വരാനുള്ള സ്കോപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ നോക്കണം. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരാം, ബൈ ഓർ ലീസ്
നിങ്ങളുടെ അഡ്വൈസ് ചോദിക്കുകയും നമ്മളത് എന്താണ് പറയുക 2 ഓപ്ഷനും നോക്കിയതിന് ശേഷം പല മെത്തേഡുകൾ പഠിക്കാനുണ്ട് ഇതിൽ. അപ്പോൾ അതിൽ ഏത് ബൈ ചെയ്യുമ്പോഴാണോ ലീസ് ചെയ്യുമ്പോഴാണോ നമുക്ക് ബെനഫിറ്റ് എങ്കിൽ കമ്പയർ ചെയ്തതിന് ശേഷം അത് അഡ്വൈസായിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോബ്ലംസ് ഒരുപാടുള്ള ഒരു ഏരിയ ആണ് ഈ ചാപ്റ്റർ കേട്ടോ. പ്രോൺസ് ചെയ്ത് പഠിക്കണം. വാല്യുവേഷൻ, ലീസ് വേഴ്സസ് ബോറോയിങ് ഓപ്ഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ. ക്രോസ് ബോർഡർ ലീസിങ് എന്താണ്? 2 വെയിറ്റേജിൻ്റെ തിയറി ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ക്രോസ് ബോർഡർ ലീസിങ്. അപ്പോൾ ഐ റിപ്പീറ്റ്, ഒരു എസ്സേ പ്രോബ്ലം വരുന്നത് ലീസിങ്ങിൽ നിന്നാണ്. പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തരും, അതിനുശേഷം ബൈ ഓർ ലീസ് സജസ്റ്റ് ചെയ്യുക. ദെൻ ലീസിങ്ങിൻ്റെ ബേസിക് തിയറി, ഓപ്പറേറ്റിംഗ് ലീസ് എന്താണ്, ഫിനാൻഷ്യൽ ലീസ് എന്താണ്, അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് പഠിക്കുക. പ്രോബ്ലം ഈ രീതിയിൽ പഠിക്കുക. ഓക്കെ, തിയറി ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. നമ്മുടെ പിടിവള്ളി അതാണ്, മിക്ക പേപ്പറിലും കാണാറുണ്ട്. പിന്നെ ക്രോസ് ബോർഡർ ലീസിങ് പറഞ്ഞു, ലിവറേജ് ലീസ് പറഞ്ഞു, അതൊക്കെ നമുക്ക് 2 വെയിറ്റേജിൻ്റെ സെപ്പറേറ്റും പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് അബൌട്ട്. ഞാൻ വീണ്ടും പറയുന്നു, പ്രോബ്ലം അത്യാവശ്യം കടുകട്ടിയായിട്ടുള്ളത് വരാറുണ്ട്. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ സിമ്പിളായിട്ടുള്ളതും വരാം, അല്ലെങ്കിൽ കടുകട്ടിയായിട്ടുള്ളത് വരാം. നിങ്ങൾ എന്തായാലും നന്നായിട്ട് അതൊക്കെ ചെയ്ത് പഠിക്കുക. എല്ലാ മെത്തേഡും ഏതൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് വരാമെന്നുള്ളത് മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ഈ രീതിയിലുള്ളൊരു ചോദ്യമാണ് വരാം. ഓക്കെ, ഇനി മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 4, മെർജർ സ്ട്രാറ്റജി. അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രോബ്ലം, മറ്റൊരു പ്രോബ്ലം വരുന്ന ഇതിൽ നിന്നാണ്. കുറച്ച് ടഫായിട്ടുള്ള ചോദ്യം വരാം. ദെൻ തിയറി 2 വെയിറ്റേജിൻ്റെയും അതുപോലെ തന്നെ 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം ഇതിൽ നിന്ന് വരും. മിക്കതും ആദ്യത്തെ പ്രോബ്ലം 3 വെയിറ്റേജിൻ്റെ വരുന്നത് മെർജർ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യം തന്നെ മെർജർ എന്താണ്, 2 വെയിറ്റേജിൻ്റെ ബേസിക് തിയറി പഠിക്കണം. മെർജർ അക്വിസിഷൻ ആൻഡ് ടേക്ക് ഓവർ ആണ് നമ്മുടെ കാര്യങ്ങൾ. അതിൽ ആദ്യം തന്നെ മെർജർ ആൻഡ് അക്വിസിഷൻ, അതിൽ പലതരത്തിലുള്ള മെർജറിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും തിയറി ചോദിക്കാറുണ്ട്. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, സെപ്പറേറ്റഡ് ചോദിക്കും. കോൺസെൻട്രേറ്റ്, കോൺഗ്ലമറേറ്റ് മെർജർ നിർബന്ധമായും പഠിക്കണം കേട്ടോ. ഫോർവേഡ് ഇൻ്റഗ്രേഷൻ എന്താണ് തിയറി നോക്കണം. ബാക്ക്വേർഡ് ഉണ്ട്. അപ്പോൾ ഈ തിയറി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്രോസ് ബോർഡർ മെർജർ ആൻഡ് അക്വിസിഷൻ്റെ തിയറി സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്, നിർബന്ധമായും പഠിക്കണം. മോട്ടീവ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് മെർജേഴ്സ് നിർബന്ധമായും പഠിക്കണം. തിയറി 3 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. ഓക്കെ, സിനർജി ബെനിഫിറ്റ്സ്, അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഷെയർ ഹോൾഡർ ഗെയിൻസ് ഉണ്ടാവുന്ന ഡിവേഴ്സിഫിക്കേഷൻ സെപ്പറേറ്റ് 2 വെയിറ്റേജിൻ്റെയും ചോദിക്കുക കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക്, ഇതിലത്തെ തിയറി ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയല്ല, ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ കുറേ നോക്കിയാലാണ് വരാറ്. പക്ഷെ ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ് കേട്ടോ ഈ ടോപ്പിക്ക്. അപ്പോൾ നിർബന്ധമായും ഇത് പഠിക്കുക. ഇനി നെക്സ്റ്റ് തിയറീസ് ഓഫ് മെർജർ ആണ്. അതിനുശേഷം നമുക്കിനി ഇതിൽ സ്റ്റേജസ് ഇൻവോൾവ് ഇൻ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ഡീൽ, ദെൻ പ്രോബ്ലത്തിലോട്ടാണ് അതിന് ശേഷം കിടക്കേണ്ടത്. മെർജർ പ്രൊസീജിയർ, ഇതൊക്കെ അതിൻ്റെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഡിവസ്റ്റർ എന്താണ്, 2 വെയിറ്റേജിൽ വരാറുണ്ട്, നിർബന്ധമായി നോക്കണം. വാല്യൂ ക്രിയേഷൻ ത്രൂ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ, ഇനിയാണ് പ്രോബ്ലം വരുന്നത് കേട്ടോ. വാല്യുവേഷൻ ഓഫ് ഫേം അണ്ടർ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ, 3 വെയിറ്റേജ് ഒരു പ്രോബ്ലം, അതുപോലെ തന്നെ ഒരു എസ്സേ ചോദ്യം, രണ്ടും നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലത്തെ പ്രോബ്ലം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സ്വാപ്പ് റേഷ്യോ എന്താണ്, 2 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. എക്സ്ചേഞ്ച് റേഷ്യോ ഇത് ഒരു പ്രോബ്ലം 3 വെയിറ്റേജിൻ്റെ ആദ്യത്തെ പ്രോബ്ലം വരുന്നത് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാട്ടെ. ഇനി ഏറ്റവും താഴെയാണ് മെർജർ ആൻഡ് ഡൈല്യൂഷൻ ഇഫക്റ്റ് ഓൺ EPS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒക്കെയുള്ള വാല്യൂ ഡൈല്യൂഷൻ ഒരു പ്രോബ്ലമാണ് വരിക. ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് വന്നിട്ട് എന്തായിരിക്കും EPS മെർജറിന് ശേഷം, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം, EPS പോസ്റ്റ് മെർജർ ഫേമിൻ്റെ കാൽക്കുലേഷൻ മാർക്കറ്റ് വാല്യൂ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് 3 വെയിറ്റേജിൻ്റെയും വരാം. അതുപോലെ തന്നെ ഇത് നമുക്ക് 5 വെയിറ്റേജിൻ്റെയും എക്സ്പെക്ട് ചെയ്യാം ഒരു പ്രോബ്ലം. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ 3 വെയിറ്റേജിലും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് 5 വെയിറ്റേജിൻ്റെ എസ്സേ കിട്ടും. മാർക്കറ്റ് വാല്യൂ, മെർജർ, പോസ്റ്റ് മെർജർ, അതിനുശേഷമുള്ള വാല്യൂ എങ്ങനെയാണെന്നുള്ളത് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരാറ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക്. ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ നോക്കി വയ്ക്കുക.
ഷുവറായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഈ ഏരിയാസ് ഒന്നും കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ പരമാവധി ചെയ്ത് പഠിക്കുക. ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് തന്നെയാണ് വരാറ് കേട്ടോ. രണ്ടിലും ഏതൊക്കെയാ 3 വെയിറ്റേജും വരും, 5 വെയിറ്റേജിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ചാപ്റ്റർ നമ്പർ 4. ഓക്കെ, അഡീഷണൽ പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുക. ഇതിൻ്റെ പല വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ട്. അത് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് പരമാവധി ഇത് ചെയ്യാം. കോൺഫിഡൻസ് കുറച്ചും കൂടിയും നന്നായിട്ട് കിട്ടും കേട്ടോ. ലാസ്റ്റ് മെർജർ ആൻഡ് ഡൈല്യൂഷൻ ഇഫക്റ്റ് ഓൺ ബിസിനസ് കൺട്രോൾ തിയറി, ദാറ്റ്സ് ഓൾ ആ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? തിയറി, മെർജർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ്റെ ബെനഫിറ്റ്സും കാര്യങ്ങളും എന്താണ് തിയറി ആയിട്ട് പ്രതീക്ഷിക്കാം. ദെൻ അതിന് ശേഷം ലാസ്റ്റ് ഏരിയയിൽ ഈ പ്രോബ്ലം, അത് 3 വെയിറ്റേജിൻ്റെ ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രോബ്ലം മെർജറിനെ റിലേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് മെർജർ EPS കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള എക്സ്ചേഞ്ച് റേഷ്യോ ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ എക്സ്ചേഞ്ച് റേഷ്യോ കണ്ടുപിടിക്കാനാവും പറയാം. എങ്ങനെയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി നമുക്ക് ചോദിക്കാം. പിന്നെ ഈ സെയിം ടൈപ്പ് തന്നെ കുറച്ചും കൂടി ഡെപ്തിൽ എസ്സേക്ക് 5 വെയിറ്റേജിനെല്ലാം പ്രതീക്ഷിക്കാം. സോ അങ്ങനെ 3 പാർട്ടിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ശരിക്കും പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ ആണ് ഇത് കേട്ടോ. ലാസ്റ്റ് മൊഡ്യൂളിലോട്ട് കിടക്കാം. ടേക്ക് ഓവർ സ്ട്രാറ്റജി. തിയറി ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. 3 പാർട്ടിലും തിയറി ഏറ്റവും കൂടുതൽ. ഒരു എസ്സേ തിയറി, 2 വെയിറ്റേജ് തിയറി, അതുപോലെ തന്നെ 3 വെയിറ്റേജിൻ്റെ ഉള്ള തിയറി, 3 പാർട്ടിലും ഇതിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ടേക്ക് ഓവർ സ്ട്രാറ്റജി. എന്താണ് ടേക്ക് ഓവർ എന്നുള്ളത് നോക്കാം. റീസൺസ് ഫോർ ടേക്ക് ഓവറിൽ ഉള്ള പല കാര്യങ്ങളും നമുക്ക് റീസൺസ് ഫോർ ടേക്ക് ഓവർ. അതിനുശേഷം ടൈപ്സ് ഓഫ് ടേക്ക് ഓവേഴ്സ്, ടൈപ്സ് ഓഫ് ടേക്ക് ഓവർ നോക്കാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ നമുക്ക് 2 വെയിറ്റേജിൽ വരാം. ഇപ്പോൾ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ എന്താണ് 2 വെയിറ്റേജിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ബെയിലോട്ട് ടേക്ക് ഓവർ ഉണ്ട്. ഇനി ഇതിൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ റിപ്പീറ്റായിട്ട് വരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് താഴെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. സ്ക്രോ അക്കൗണ്ട് മെയിനായിട്ട് വരുന്ന കുറച്ച് ടേമുകളുണ്ട്. ഇതൊക്കെ അതിൻ്റെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ റിപ്പീറ്റായിട്ട് കണ്ടിട്ടില്ല. ടേക്ക് ഓവർ റെഗുലേഷൻസ്, പിന്നെ ലാസ്റ്റ് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാറ് ഈ ചാപ്റ്ററിൽ. ഇത് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അക്വിസിഷൻ എന്താണ്, ദെൻ മെയിൻ ഏരിയ എന്ന് പറയുന്നത് താഴെയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിനേക്കാൾ ഉപരി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മൂവിങ് ടു ലാസ്റ്റ് ഏരിയ പോട്ടെ. അപ്പം ഇതിന്നും അങ്ങനെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മെർജേഴ്സ് ആൻഡ് ടേക്ക് ഓവേഴ്സ്. ബേസിക് തിയറി നോക്കാം. അഡ്വാൻറ്റേജസ് വരാറുണ്ട്, ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഈ ബേസിക് തിയറി നോക്കി വയ്ക്കുക. ടേക്ക് ഓവർ ഡിഫെൻസസ് നെക്സ്റ്റ് ടോപ്പിക്കാണ്. ഇതിൽ കുറച്ച് ടേക്ക് ഓവർ ഡിഫെൻസസ്, ഇതിൻ്റെ താഴെ പ്രീ ഓഫർ ഡിഫെൻസസ്, ഇതൊന്നും അങ്ങനെ റിപ്പീറ്റായിട്ട് കണ്ടിട്ടില്ല. ഇനി ഫെയർ പ്രൈസ്, ഇനി വരാറുള്ള പിൽ സ്ട്രാറ്റജി, ഫ്ലിപ്പ് ഓവർ റിപ്പീറ്റല്ല. ഇതൊന്നും അങ്ങനെ റിപ്പീറ്റായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിലും ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഡിസ്ട്രസ് റീസ്ട്രക്ചറിങ് സ്ട്രാറ്റജി 3 വെയിറ്റേജിൽ റിപ്പീറ്റായിട്ട് വരാറുണ്ട്. ഡിസ്ട്രസ് റീസ്ട്രക്ചറിങ് സ്ട്രാറ്റജിനെ പറ്റിയിട്ട് നിർബന്ധമായും പഠിക്കണം കേട്ടോ. ഈ ഒരു തിയറി ചോദ്യം 2 മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. റീസ്ട്രക്ചറിങ് സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പർപ്പസ് ഓഫ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് നിർബന്ധമായും പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ്. ടൈപ്സ് ഓഫ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് സ്ട്രാറ്റജി ചോദിക്കാം. മെർജർ, അക്വിസിഷൻ, ടേക്ക് ഓവർ, ഡിവെസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിമർജർ, ഈ ടേമുകൾ നിർബന്ധമായും പഠിക്കുക. സ്പിൻ ഓഫ് എന്താണ്, സ്പ്ലിറ്റ് അപ്പ് എന്താണ്, സ്പ്ലിറ്റ് ഓഫ് എന്താണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. റിപ്പീറ്റ് ആണ് കേട്ടോ, എല്ലാ പേപ്പറിലും വരാറുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. സ്പ്ലിറ്റ് ഓഫ്, സ്പിൻ ഓഫ്, സ്പ്ലിറ്റ് അപ്പ്, സ്പ്ലിറ്റ് ഓഫ്, ഇതിലേതെങ്കിലും ഒരെണ്ണം മാറി മാറി വരാറുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ടൈപ്സ് ഓഫ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് സ്ട്രാറ്റജി പഠിച്ചിരിക്കണം. ഇതിൻ്റെ ഉള്ളിലത്തെ ഏതെങ്കിലും കാര്യങ്ങൾ 2 വെയിറ്റേജിൽ വരാം. സെപ്പറേറ്റ് 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം.
ഓക്കെ, അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ലിവറേജ് ബൈ ഔട്ട്. 2 വെയിറ്റേജ് ചോദ്യം, 3 വെയിറ്റേജ് ചോദ്യം, എസ് എ. ഇതിലേതെങ്കിലും ഒരെണ്ണമായിട്ട് എല്ലാ പേപ്പറിലും വരാറുണ്ട്. ചില സമയത്ത് എസ് എ, അതല്ലെങ്കിൽ 2 വെയിറ്റേജ്, അല്ലെങ്കിൽ 3 വെയിറ്റേജ്. 3 പാർട്ടിലും നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിൽ എല്ലാ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടുന്ന ഒരു ടോപ്പിക്കാണ് ലിവറേജ് ബൈ ഔട്ട് എന്താണ്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത് ചോദിച്ചാൽ 2 വെയിറ്റേജിൻ്റെ ചോദിച്ചാൽ അങ്ങനെ പഠിക്കുക. എസ് ഐൻ്റെ താഴെ ഇനി അത് പഠിക്കാണ്ട് നമുക്ക് ഡിമർജേഴ്സ് എന്താണ്, ഡിമർജർ എന്താണെന്ന് പഠിക്കുക. തിയറി, ദ സ്പിൻ ഔട്ട്, സ്പിൻ ഓഫ്, ഈ തിയറി ഒക്കെ നോക്കണം കേട്ടോ. സ്പിൻ ഓഫ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് 2 വെയിറ്റേജിൻ്റെ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സ്പിൻ ഓഫ് വേഴ്സസ് സ്പിൻ ഔട്ട്, ഈ ടൈമുകളൊക്കെയാണ് മാറി മാറി എല്ലാ പേപ്പറിലും വരാറ്. അത് 2 വെയിറ്റേജിൻ്റെലാണ് സ്പിൻ ഓഫ്, സ്പിൻ അപ്പ് ഇതൊക്കെ കണ്ടുവരാറ് കേട്ടോ. ഇനി കണ്ടോ അതിൻ്റെ കാര്യങ്ങൾ. ഇനി നമ്മുടെ ലിവറേജ് ബൈ ഔട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് പിന്നെ എസ് സിക്കും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരാറ്. ഇതൊക്കെ ഇടയിലുണ്ടെങ്കിലും ആദ്യം പറഞ്ഞ പോലെ നോക്കിയാൽ മതി. അതല്ലാണ്ട് വലിച്ചു വാരിയിട്ട് ഇതും നോക്കരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ദിസ് ടോപ്പിക് ലിവറേജ്ഡ് ബൈ ഔട്ട് എന്താണ്, അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ആദ്യം കൊടുത്തിട്ടുണ്ട്. 3 വെയിറ്റേജിൻ്റെ എന്താണ് ലിവറേജ്ഡ് ബൈ ഔട്ട് എന്ന് നോക്കാം. പിന്നെ മാനേജ്മെൻറ്റ് ബൈ ഔട്ട്, MBO, അതും വരാറുണ്ട്. ദെൻ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലിവറേജ്ഡ് ബൈ ഔട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിർബന്ധമായും പഠിക്കുക. 3 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കുക. LBO, ഫിനാൻസിങ് സ്ട്രക്ചർ. പിന്നെ നെക്സ്റ്റ് ഇതിൽ നിന്ന് വരുന്ന ഏരിയ എസ് ആയിട്ട് ചോദിക്കാം. എസ് ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ എന്ത് ചെയ്യണം, എഴുതണം. എലമെൻറ്റ്സ് ഓഫ് ടിപ്പിക്കൽ LBO ഓപ്പറേഷൻ, ഉള്ള സ്റ്റേജുകൾ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് LBO നോക്കണം കേട്ടോ. LBO പരമാവധി കവർ ചെയ്ത് വെച്ചോളൂ. ഇതുവരെയായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. ഇനി വന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ടോപ്പിക് വന്നില്ല എന്ന് പറയരുത്. നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പേപ്പറിൽ 2 വെയിറ്റേജ്, ചിലപ്പോൾ 3 അല്ലെങ്കിൽ എന്താണ് 5, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിട്ട് എപ്പോഴും വരാറുണ്ടെന്ന്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തിയറി ടോപ്പിക്കുകൾ ആണ് നമ്മൾ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത്. ടേക്ക് ഓവർ എന്താണ്, ടേക്ക് ഓവറിൻ്റെ പല സ്ട്രാറ്റജീസ്, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് സ്ട്രാറ്റജീസ്, അതിൽ തന്നെ ഡീമർജർ, പിന്നെ സ്പിൻ ഓഫ്, സ്പ്ലിറ്റപ്പ്, അങ്ങനത്തെ കുറേ ടൈമുകളൊക്കെ 2 വെയിറ്റേജ്, ലിവറേജ് ബൈ ഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 3 പാർട്ടിലും അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക. ഏതെങ്കിലും ഒരു പാർട്ടിൽ നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ 5 മൊഡ്യൂൾ. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ ബേസിൽ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത്യാവശ്യം ഒരു ടഫ് പേപ്പറാണിത്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 3ഉം അതുപോലെ തന്നെ 4ഉം ആണ്. ഇതിൽ നിന്നാണ് എസ് വരുന്നത്. അതുപോലെ തന്നെ 3 വെയിറ്റേജിൻ്റെ ഉള്ള പ്രോബ്ലംസ് ഇപ്പോൾ നമ്മുടെ ലിവറേജിൽ നിന്നും ഡിവിഡൻഡിൽ നിന്നും വരാറുണ്ട്, ഇതിൽ നിന്നും വരാറുണ്ട്, മൊഡ്യൂൾ നമ്പർ 4ൽ നിന്നും വരാറുണ്ട്. തിയറി ഫസ്റ്റ് 2 ചാപ്റ്റർ തിയറി 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ആണ് വരാറ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് അധികം മാർക്ക് അങ്ങനെ കണ്ടു വരാറില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഇട്ടാലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് വലിച്ചു വാരി പഠിക്കാണ്ട്. ഞാനിപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിങ്ങൾ ഓരോ ടോപ്പിക്ക് പറയുമ്പോൾ അത് വലിച്ചു വാരിയിട്ടല്ല, 2 വെയിറ്റേജിലേക്ക് വേണ്ടി മാത്രം പഠിക്കുക, എന്നാലും അതൊക്കെ കഴിയുള്ളൂ. പിന്നെ ഓരോ ചാപ്റ്ററിൽ ചില ഏരിയാസ് ഒന്നും വരാറേ ഇല്ല. ഞാൻ പറഞ്ഞു ചാപ്റ്റർ നമ്പർ 2ലൊക്കെ ചില ഏരിയാസ്, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗൂഗിളി പേപ്പർ എന്ന് നമ്മൾ പറയാറില്ലേ, എപ്പോഴും 4 സബ്ജക്റ്റിൽ ഒരെണ്ണം, അങ്ങനെ നമുക്ക് ഗൂഗിളി പേപ്പറായിട്ട് പലപ്പോഴും ഇടാൻ സാധ്യതയുള്ളൊരു പേപ്പറും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ തന്നെ വെച്ചോളൂ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഇതിൽ സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മൊത്തം ഡീറ്റെയിൽസ്. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനും ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇത് പാസ്സാക്കണമെങ്കിൽ എന്താണ്, ഇപ്പോൾ ഇനി കുറച്ച് നാളല്ലേ ഉള്ളൂ, പാസ്സാക്കണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ നിർബന്ധമായും പാസ്സായിരിക്കും. ഓക്കെ, അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.